ഗോമുഖത്തിൽ നിന്ന് ഒഴുകി ഉത്തരകാശിയിലെ ഗംഗോത്രിയിൽ നിന്നാണ് ഭാഗീരഥി പുറപ്പെടുന്നത്. ഭാഗീരഥിയും അളകനന്ദയും ദേവപ്രയാഗിൽ സംഗമിക്കുന്നു. അവിടം മുതലാണ് അത് ഗംഗയായി ഒഴുകുന്നത്. പ്രയാഗരാജ്, രുദ്രപ്രയാഗ്, കർണപ്രയാഗ്, ദേവപ്രയാഗ്, നന്ദപ്രയാഗ് എന്നീ സംഗമഭൂമികളാണ് തീർത്ഥാടനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. മത്സ്യപുരാണമനുസരിച്ച് വിശ്വത്തിൻ്റെ ലയകാലത്തിൽ പ്രയാഗിന് നാശമുണ്ടാകുന്നില്ല. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ പ്രയാഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരഭാഗത്ത് ബ്രഹ്മാവ് ഗുപ്തരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. വിഷ്ണുവാകട്ടെ വേണീമാധവന്റെ രൂപത്തിലും ശിവനാകട്ടെ അക്ഷവടത്തിൻ്റെ രൂപത്തിലും അവിടെ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് വിശ്വാസം. പ്രധാനപ്പെട്ട എല്ലാ പുരാണങ്ങളിലും തീർത്ഥമാഹാത്മ്യങ്ങളിലും ഇതിഹാസങ്ങളിലും പ്രയാഗ്രാജിനെ കുറിച്ച് പലതരത്തിൽ വർണ്ണനകളുണ്ട്. യമുനയെ പ്രാണനെ നയിക്കുന്ന ശക്തിയായാണ് നാം സ്വീകരിക്കുന്നത്. ഭഗവാന്റെ പാദത്തെ പ്രാപിക്കുവാനുള്ള ഉപാധിയായിരിക്കുന്നത് എന്താണോ അതാണ് ഗംഗ. ശബ്ദത്തിൻ്റെ ശക്തിഭാവമാണ് ഗംഗയ്ക്ക്. അതുകൊണ്ടാണ് ഗംഗ ജ്ഞാനരൂപിണിയായി പരിലസിക്കുന്നതും. അപാനവായുവിൻ്റെ സ്വരൂപത്തിൽ ശബ്ദത്തിന് കാരണമായും അന്നപാകത്തിന് മൂലമായിരുന്ന ശരീരത്തെ നിയന്ത്രിക്കുന്നവളുമാണ് സരസ്വതി.